ഇനി നമുക്ക് ടാറ്റ എത്തിക്കൽ ഫണ്ടിൽ SWP ഇംപ്ലിമെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര റിട്ടേൺസ് വരും എന്ന് നോക്കാം. സോ ഇവിടെ ഞാൻ ടാറ്റ എത്തിക്കൽ ഫണ്ടിൽ തന്നെ 25 lakhs ആണ് ലംസം എമൗണ്ട് ആയിട്ട് ഇട്ടിരിക്കുന്നത്. അതിൽ മന്ത്ലി പേ ഔട്ട് പറയുന്നത് 25,000. സോ ഇൻവെസ്റ്റ്മെൻറ്റ് തുടങ്ങിയ ഡേറ്റ് എന്ന് പറയുന്നത് മെയ് 2015 മുതലാണ്, അവസാനിക്കുന്നത് 2025 മെയ് വരെ, എന്ന് വെച്ചാൽ 10 years. ഇപ്പോൾ നിങ്ങൾ കാണുന്നതാണ് ഇതിൻ്റെ പേ ഔട്ട്സ് എന്ന് വെച്ചാൽ കറണ്ട് വാല്യൂ 25 lakhs ആണ്. അത് പേ ഔട്ട് ചെയ്തിട്ട് എന്ന് വെച്ചാൽ ഓരോ മാസം നമ്മൾ പേ ഔട്ട് കൊടുത്തു കഴിഞ്ഞ് താഴെ വന്ന് സോ ഈ പേ ഔട്ട്സൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ന് വെച്ചാൽ 10 yearsൻ്റെ പേ ഔട്ട് കഴിഞ്ഞാലും നമ്മുടെ ബാങ്കിൽ വീണ്ടും 21.91 lakhs ഇരിക്കുന്നുണ്ടാവും. സോ ഇതാണ് ശരിയ ബേസ്ഡ് ഫണ്ട്സിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്താലുള്ള ഗുണം. അതുപോലെ SWPൻ്റെ ഒരു ഗുണം കൂടി, ലൈക്ക് നമുക്ക് മന്ത്ലി പേ ഔട്ട്സ് കിട്ടുകയും ചെയ്യും. ഓൾസോ നമ്മുടെ ലംസം എമൗണ്ട് നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ് പ്രിസർവ് ചെയ്ത് വെക്കാനും പറ്റും. ഇത് ജസ്റ്റ് ഒരു എക്സാമ്പിളാണ് എങ്ങനെ ഒരു SWP പ്ലാൻ നിങ്ങൾക്ക് ബിൽഡ് ചെയ്യാൻ പറ്റും എന്നുള്ളത്. നിങ്ങൾക്ക് ഇങ്ങനെ SWP പ്ലാൻ ബിൽഡ് ചെയ്യാനുള്ള സഹായം വേണമെങ്കിൽ ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യൂ.